കഴിഞ്ഞ ഭാഗത്ത് ആളുകൾ കണ്ട അന്യഗ്രഹ പേടകങ്ങളുടെ കഥകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇത് CIA വിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. എന്നാൽ എപ്പോഴെങ്കിലും റഡാറിൽ ഇത് കണ്ടിട്ടുണ്ടോ? ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളിലേക്ക് പോകാം. സംഭവം നടക്കുന്നത് കാനഡയിലെ ഗൂസ് എയർഫോഴ്സ് ബേസ് ന്യൂ ഫൗണ്ട് ലാൻഡിലാണ്. ജൂൺ 19, 1952. റഡാർ എക്സ്പേർട്ടുകൾ അവരുടെ റഡാറിൽ ഒരു വസ്തുവിനെ കാണാനിടയായി. ഈ വസ്തു 90 ഡിഗ്രി ടേൺ വേഗം തന്നെ എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ C-54 എന്ന ട്രാൻസ്പോർട്ടർ വിമാനത്തിൻ്റെ പൈലറ്റ് ഒരു തീഗോളം തൻ്റെ വിമാനത്തിന് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. റഡാറിൽ പിക്കപ്പ് ചെയ്യുക മാത്രമായിരുന്നില്ല ഇത് ഉണ്ടായിരുന്നത്. താഴെ നിന്നിരുന്ന ആളുകൾ ഒരു വിചിത്രമായ ചുമന്ന നിറത്തോടുകൂടിയ ഒരു വസ്തു ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് അവർ കണ്ടു. അടുത്ത സംഭവം നടക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ ഓണ്ടിയ എയർഫോഴ്സ് ബേസിലാണ് ഈ സംഭവം നടക്കുന്നത്. ആഗസ്റ്റ് 5, 1952 ഗ്രൗണ്ട് കൺട്രോൾ ഇൻ്റർസെപ്റ്റർ സ്റ്റേഷൻ ഒരു സിഗ്നൽ പിടിച്ചെടുക്കുകയുണ്ടായി. ഒരു സോസർ അടുത്തുള്ള ഒരു ടവറിന് ചുറ്റുമായി ഇങ്ങനെ പറന്ന് നടക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഡേറ്റ. ഈ മിസ്റ്റീരിയസ് ആയുള്ള വസ്തു പിന്നീട് ഡിവൈഡായി 3 വസ്തുക്കളായി മാറുകയായിരുന്നു. ആദ്യത്തെ ആ വസ്തുവിൽ നിന്നാണ് പിന്നീടുണ്ടായ 2 വസ്തുക്കളും വന്നത്. പിന്നീട് അതിവേഗത്തിൽ ഏകദേശം 585 km/h എന്ന വേഗത്തിലാണ് ഇത് സഞ്ചരിച്ചു പോയത്. പിന്നീടുണ്ടായ സംഭവം US-ലെ വിക്ട കെയ്ൻസ് എന്ന സ്ഥലത്ത് സംഭവിച്ചതാണ്. ആഗസ്റ്റ് 1, 1965 ഇത് നടക്കുന്നത്. ഒന്നിലധികം പറക്കുന്ന വസ്തുക്കളെ കാലാവസ്ഥ പ്രവചിക്കുന്ന സ്റ്റേഷൻ ട്രാക്ക് ചെയ്യുകയുണ്ടായി. ഇത് ഏകദേശം 6000 അടിക്കും 9000 അടിക്കും ഇടയിലായിരുന്നു ഈ വസ്തുക്കൾ ഉണ്ടായിരുന്നത്. എന്നാൽ ടിങ്കർ എയർഫോഴ്സ് ബേസിലും ഏകദേശം 4ഓളം വസ്തുക്കളെ അവർ ട്രാക്ക് ചെയ്യുകയുണ്ടായി. അത് ഏകദേശം 23,000 അടി ഉയരത്തിലായിരുന്നു പറന്നുകൊണ്ടിരുന്നത്. വെളുപ്പാങ്കാലം 3:40 കാലാവസ്ഥ പ്രവചിക്കുന്ന ആ സ്റ്റേഷനിൽ നിന്നുണ്ടായ വിവരങ്ങൾ പ്രകാരം അതിൽ ഒരു വസ്തു വില്ലിംഗ്ടണിൻ്റെ സൗത്ത് വെസ്റ്റിലായിട്ട് ഏകദേശം 22,000 അടി ഉയരത്തിലായിട്ടാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ആ 22,000 അടിയിൽ നിന്നും നേരെ 4,000 അടിയിലേക്ക് താഴ്ചയിലേക്ക് അത് ഇറങ്ങുന്നതും റഡാറിൽ അവർക്ക് കാണാൻ സാധിച്ചു. അടുത്ത ഭാഗത്ത് പറയാൻ പോകുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഡിസംബർ 6, 1952 ഉണ്ടായ സംഭവത്തെ പറ്റിയാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നന്ദി.